ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു പാക്കറ്റ് ഷാമ്പു എടുത്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഇതേപോലെ ഒരു തുള്ളി മാത്രം ഇതേപോലെ ഒന്ന് ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള നനച്ച സ്പോഞ്ചോ അതല്ല എന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ തുണിയോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്കിത് ക്ലീനായി കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ റംസാനൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വൈകുന്നേര സമയങ്ങളിൽ പൊരിക്കടിയും അതേപോലെ തരിക്കഞ്ഞി കാച്ചിയതൊക്കെ ഉണ്ടാവും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓയിലും ഒക്കെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലുണ്ടാവും. അപ്പം നമുക്കതെല്ലാം പാടെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു തുള്ളി ഷാമ്പു മാത്രം മതി കേട്ടോ. ഒരു തുള്ളി ഷാമ്പു ഇറ്റിച്ചിട്ട് ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ഉണങ്ങിയ കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. എത്ര അഴുക്ക് പിടിച്ച ഗ്യാസ് സ്റ്റോപ്പ് ആയാലും നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത്. അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും ആയിരിക്കും. നമ്മൾ ഈ ഒരു ഷാമ്പു വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പം നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അതുമാത്രമല്ല പ്രാണികളൊന്നും വരാനും ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് കാണിക്കുന്നത് ഞാനിതാ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുന്ന ഈ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കാറാണല്ലോ പതിവ്. അപ്പോൾ ഈ ഒരു വേസ്റ്റിൽ എറിയുന്ന ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കപ്പിലോട്ടേക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും പഴയ സോക്സ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പ്രിൻറ്റഡ് സോക്സൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. പ്ലെയിനേക്കാളും ഭംഗി പ്രിൻറ്റഡ് സോക്സൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു കപ്പ് കവർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫ്ലവർ പോട്ടായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ സ്പൂണ് കത്തി ബ്രഷൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പോട്ടായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ ഒരു കപ്പിൻ്റെ അടിഭാഗത്ത് നിന്നും ഇതേപോലെ സോക്സ് ഇട്ടിട്ട് ബാക്കി വരുന്ന ഈ ഒരു സോക്സിൻ്റെ പോർഷന് ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് തിരികെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കപ്പ് മുഴുവനായിട്ടും കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗവും പുറം ഭാഗവും ഒക്കെ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം എത്ര പഴകിയ കപ്പായാലും നമുക്ക് ആ ഒരു പഴകിയത് ആണെന്ന് തോന്നേയില്ല ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു കപ്പ് മുഴുവനായിട്ടും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്പൂണോ ഫോർക്കോ അതല്ലാന്നെങ്കിൽ കത്തിയോ കത്തിയൊക്കെ നമുക്ക് ഇതേപോലെ ഇട്ട് വെക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഒരുപാട് അഴുക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സോക്സ് ഊരിട്ട് അലക്കിയെടുക്കാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ അതേ രീതിയിൽ ചെയ്തെടുത്താൽ മതി. അതേപോലെ തന്നെ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ അടുത്തൊക്കെ ഇതേപോലെ കൊണ്ടുപോയി വെച്ചാൽ കുട്ടികളുടെ പേന പെൻസിൽ റൈസറൊക്കെ ഇതേപോലെ ക്രയോൺസൊക്കെ ഇതേപോലെ ഇട്ട് വെക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമുക്ക് ഈ ഒരു വേസ്റ്റിൽ എറിയുന്ന കപ്പാണെന്ന് തോന്നേയില്ല ഈ ഒരു രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഞാനിതാ ഫോർക്കും സ്പൂണും ഒക്കെ ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അതുമാത്രമല്ല ഇനിയിപ്പോൾ അതും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്ലവർ പോട്ടായിട്ടും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. താഴെ വീണാൽ പൊട്ടിപ്പോകുന്നുള്ള ആ ഒരു പേടിയില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലവർ പോട്ടൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. നല്ല ഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല പ്രിൻറ്റഡ് സോക്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അതിന് പിന്നെ ദാരിയാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ കുഞ്ഞു ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇപ്പോൾ പുതിയൊരു ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ഈ ഒരു മിക്സി ജാറ് എപ്പോഴും ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ മിക്സി ജാർ ഉപയോഗിക്കാതിരിക്കില്ല. തേങ്ങ അരയ്ക്കാനും ചതയ്ക്കാനും അരി അരയ്ക്കാനൊക്കെ നമ്മൾ മിക്സി ഉപയോഗിക്കുന്നവരാണല്ലോ. അപ്പോൾ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഈ ഒരു ജാറിൻ്റെ ഈ ഒരു വാഷർ കുറേ കഴിയുമ്പം അത് ലൂസായി പോവും. സാധാരണയാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാകുമ്പം അതിങ്ങനെ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലൂസായിട്ടുള്ള ഈ ഒരു വാഷർ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലോട്ട്. ഈ ഒരു നടുക്ക് ഭാഗത്ത് ഈ ഒരു റബ്ബറിൻ്റെ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈൻ ഭാഗത്ത് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക.
അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ ഇരുന്നോളൂ കേട്ടോ. ഈ ഒരു റബ്ബർ ലൂസായി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് താൽക്കാലികമായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പാട്ടത്. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തെറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചതയ്ക്കുന്നതൊക്കെ പുറത്തോട്ടേക്ക് വരും, ഈ ഒരു റബ്ബർ ലൂസായി പോയാൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ റബ്ബർ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വാഷർ നല്ല രീതിയിൽ ടൈറ്റായിട്ട് തന്നെ നിന്നോളും, ഒരിക്കലും ലൂസായി പോവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഈ ഒരു റബ്ബർ ഇട്ടത് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. വെള്ളത്തിൻ്റെ നനവൊക്കെ തട്ടുമ്പോൾ അങ്ങനെ ഒട്ടിപ്പോകുമല്ലോ, അപ്പോൾ ഇടയ്ക്ക് ഈ ഒരു റബ്ബർ അഴിച്ചിട്ട് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് താൽക്കാലികമായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് നമ്മൾ ഇതേപോലെ മുളക്, മല്ലി, കടുക്, ഉലുവൊക്കെ ഇട്ട് വെക്കുന്ന ഈ ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ, ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഈ ഒരു അടപ്പ് ഭാഗം ചില സമയത്ത് ഇങ്ങനെ ലൂസായി പോവും. നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയാതെ ഈ ഒരു പിരി ഇങ്ങനെ ലൂസായി പോവും. അപ്പോൾ നമുക്ക് ആ ഒരു ലൂസായിട്ടുള്ള സമയത്തും ഇതേപോലെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഈ ഒരു നെക്ക് ഭാഗത്ത് ഇതേപോലെ ഇട്ട് കൊടുക്കുക, ബോട്ടലിൻ്റെ നെക്ക് ഭാഗത്ത് കേട്ടോ. നെക്ക് ഭാഗത്ത് ലൈൻ ഉണ്ടാവില്ല, ഈ ഒരു ലൈനിൽ ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു അടപ്പ് അടച്ച് വെച്ച് നോക്കൂ, നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ, റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നല്ല ലൂസൊക്കെ ആണെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ടൈറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 റബ്ബർ ബാൻഡ് ഇടുമ്പോൾ നല്ല രീതിയിൽ വേഗത്തിൽ തന്നെ നമുക്ക് ഈ ഒരു അടപ്പ് ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വേഗത്തിൽ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ടൈറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മളിതേപോലെ കടയിൽ നിന്നൊക്കെ പരിപ്പ്, ചെറുപയർ, കടലൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് വെക്കുമല്ലോ. അപ്പോൾ അതിലിങ്ങനെ ചെള്ള് വരാനും അതേപോലെ ചെറിയ തരം പ്രാണികൾ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെളുത്തുള്ളി അല്ലികളോ അല്ലെങ്കിൽ വെളുത്തുള്ളിൻ്റെ തോലോ ഇതേപോലെ ഒന്ന് ഇട്ട് വെക്കട്ടോ. വെളുത്തുള്ളിൻ്റെ തോലിട്ടെടുത്താലും മതി കേട്ടോ. ആ ഒരു സ്മെല്ല് കാരണം ഒരിക്കലും ഇതിൽ പ്രാണികൾ വരത്തില്ല. അതേപോലെ തന്നെ ഇനിയിപ്പോൾ വെളുത്തുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബേ ലീഫിൻ്റെ ഇല ഉണ്ടല്ലോ, ആ ഒരു ബേ ലീഫിൻ്റെ ഇല ഇതേപോലെ ഒരു പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിലൊരിക്കലും പൂപ്പലോ ചെള്ളോ പ്രാണികളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല. എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഇതേപോലെ നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും. ചെള്ളൊക്കെ വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ അത് പരിപ്പൊക്കെ കഴിച്ചിട്ട് അത് തോലാക്കിയിടും. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ പുളിയൊക്കെ ഒരുപാട് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ പുളി എടുത്തിട്ട് ഇതേപോലെ ബോൾസ് രൂപത്തിലാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കണ്ടെയ്നറിൽ വെക്കട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ കണ്ടെയ്നറിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ദിവസത്തേക്ക് കറിക്കുള്ള പുളി ഇതാ വേഗത്തിൽ തന്നെ ഓരോ നെല്ലിക്ക വലുപ്പത്തിൽ ഇതേപോലെ എടുക്കാനായിട്ട് പറ്റും. ഒരുപാട് കുത്തി നിറച്ച് കണ്ടെയ്നറിൽ ഇടുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ബോട്ടിൽ കൈയിട്ട് എടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ ഓരോ ബോൾസ് ആക്കി ഇടുന്ന സമയത്ത് ആ ഒരു ബോൾസ് വേഗത്തിൽ എളുപ്പത്തിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ചെയ്യും. അതുമാത്രമല്ല നമുക്ക് ഏകദേശം ഒരു അളവറിയാലോ, ഒരു കറിക്ക് എത്ര പുളി വേണം എന്നുള്ള ആ ഒരു അളവിനനുസരിച്ചിട്ട് ഇതേപോലെ ഇട്ടുകൊടുത്താൽ നമുക്ക് ജോലി എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് വേസ്റ്റായി പോകാനും ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് കാണിക്കുന്നത് ഞാനൊരു സോപ്പിൻ്റെ ബോക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് ഒഴിവാക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ബോക്സ് വെച്ചിട്ടാണ് അടുത്ത ടിപ്പ്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ മുകൾ ഭാഗത്തെ ഈ ഒരു പോർഷൻ ഇത് ഞാനിവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 ഭാഗത്തുള്ള പീസും ഇതേപോലെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്തെ പീസ് മാത്രം അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ബാക്ക് വശത്തെ പീസിൽ ഞാനൊരു ചെറിയ പീസ് ഡബിൾ ടാപ്പ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡബിൾ ടാപ്പിൻ്റെ പീസാകുമ്പോൾ നമുക്ക് 2 ഭാഗത്തും സ്റ്റിക്കർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗത്തെ സ്റ്റിക്കർ അടർത്തി മാറ്റിയിട്ട് ഈ ഒരു സോപ്പും കവറിൻ്റെ ബാക്ക് വശത്ത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറുവശത്തെ സ്റ്റിക്കർ അടർത്തി മാറ്റിയതിന് ശേഷം ഈ ഭാഗത്തെ പശ ഒരു ചുമരിനോട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കിച്ചണിലോ അതേപോലെ നമ്മുടെ വർക്ക് ഏരിയയിലോ സ്റ്റോർ റൂമിലോ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലൊരു ബോക്സായിട്ട് നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് കിച്ചണിൽ നമ്മൾ ഇതേപോലെ ഒട്ടിച്ച് വെക്കുന്ന സമയത്ത് കിച്ചണിൽ നമ്മൾ എന്തെങ്കിലും ഐറ്റംസ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, പലചരക്ക് ഐറ്റംസ് കഴിഞ്ഞു പോയാൽ നമുക്കിതാ ഇതേപോലെ ഇതിലൊരു പേനയും ഒരു ചെറിയൊരു നോട്ട്ബുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കിച്ചൺ ഐറ്റംസ് എന്തെങ്കിലും തീർന്നു പോയിട്ടുണ്ടെങ്കിൽ വേഗം അത് എഴുതിയിട്ട് ഈ ഒരു ബോക്സിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ നമുക്ക് കടയിൽ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ലിസ്റ്റ് എടുത്ത് പോയാൽ മതിയല്ലോ. അപ്പോൾ എളുപ്പത്തിൽ നമുക്കത് ചെയ്തെടുക്കാനും പറ്റും ചെയ്യും. അതുമാത്രമല്ല നമ്മൾ വെറുതെ വേസ്റ്റിലെറിയുന്ന ഈ ഒരു സോപ്പ് കവർ ഉണ്ടെങ്കിൽ ഇങ്ങനെയും ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റിയിട്ട് എളുപ്പത്തിന് ഇതേപോലെ ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പേന അല്ലെങ്കിൽ ഒരു പെൻസിൽ, അതേപോലെ ഒരു ചെറിയൊരു നോട്ട്ബുക്ക് പേജ് ആയാലും മതി. ഇതേപോലെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ കിച്ചണിൽ പലചരക്ക് സാധനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ അതിൽ എഴുതി വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറക്കാതെ തിരയാതെ നമുക്ക് വേഗം തന്നെ ആ ഒരു സാധനം നമുക്ക് വാങ്ങിച്ച് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ കത്രിക ഒക്കെ നമുക്ക് വേഗത്തിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങൾ ഇതേപോലെ വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ ഇതേപോലെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം എടുക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് നമ്മൾ കുക്കറിൻ്റെ പിടിയൊക്കെ ലൂസായി പോയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മുറുക്കിയെടുക്കണമെന്നെങ്കിൽ സ്ക്രൂ ഡ്രൈവറൊക്കെ എല്ലാവരും കിച്ചണിലുണ്ടാവുമല്ലോ, വേഗം തന്നെ ടൈറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതേപോലെ വെയിറ്റ് കുറഞ്ഞ ഐറ്റംസ് ഇതേപോലെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തപ്പാതെ തിരയാതെ വേഗത്തിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുള്ളായി തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ്. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.